സ്റ്റേജ് 2 ബിൽഡ് ചെയ്യാൻ പോവാണ്. അന്നൊരു എന്തൂസിയാസ്റ്റിക് മാർക്കറ്റ് കുറവായിരുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതിന് അത്രമാത്രം. പുതിയ കാറുകളൊക്കെ ശരിക്കും പറഞ്ഞ് ഇവൻ്റെ റിലയബിലിറ്റി ഒക്കെ കണ്ടി ആഫ്റ്റർ മാർക്കറ്റിൽ 1.5 ലക്ഷം രൂപ വിലയുള്ളൊരു മിത്സുബിഷി എന്ന് പറഞ്ഞ കമ്പനി ഇറക്കിയതാണ് ഈ ഒരു സീഡിയ എന്ന് പറയുന്നത്. ഇതിനുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ അൺവീലിംഗ് കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ എന്നോട് ചോദിക്കും എനിക്കെന്താ വല്ല ഭ്രാന്തും ഉണ്ടോ എന്നുള്ളത്. പക്ഷേ എൻ്റെ ഒരു ബിലീഫ് എന്താണെന്ന് പറഞ്ഞാൽ മറ്റേ വണ്ടികളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ പെട്രോൾ ഹെഡ്സ് ഒന്നും അങ്ങനെ ചോദിക്കാനുള്ളൊരു സാധ്യതയില്ല. എന്നാൽ വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമാണ് ഗോളെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ശരിക്കും പറയും എനിക്കിത് വട്ടാണോ എന്നുള്ളൊരു കാര്യം എന്താണെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കും. ഇതിപ്പോൾ ഏകദേശം ഞാൻ അൺവീൽ ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞുതരാം. ഒരു 2011 മോഡൽ വണ്ടിയാണിത്. അതായത് ഏകദേശം ഇപ്പോൾ 16 കൊല്ലം പഴക്കം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ പുതിയ പേപ്പറൊക്കെ എടുത്ത് റിന്യൂ ചെയ്ത് NOC എടുത്ത് കേരളത്തിലേക്ക് ചെയ്യാനുള്ളതാണ്. കർണാടക രജിസ്ട്രേഷനിലാണ് ഇപ്പോൾ വണ്ടി കിടക്കുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ഇത് മോസ്റ്റ് പ്രോബ്ലി ഇതിൻ്റെ സ്ട്രക്ചർ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആർക്കെങ്കിലുമൊക്കെ ഗസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി പകൽ ഇങ്ങ് വന്ന് കാണിച്ചു കൊടുത്തത്. അതായത് ഇത് കാണുമ്പോൾ അതായത് വണ്ടി ഇപ്പോൾ കാണത്തില്ലായിരിക്കും, പക്ഷേ ഇത് കണ്ടോ ഒരു സ്പോയിലറൊക്കെ ഫാക്ടറിയിൽ നിന്നേ വന്ന വണ്ടിയാണ്. 2011 ജർമ്മൻ കാറല്ല. ഈ ഞാൻ വണ്ടി ഏതാണെന്ന് പറഞ്ഞുതരാം. അതായത് നമ്മുടെ പറഞ്ഞു തരുന്നതിന് മുമ്പ് ഇന്ന് കാണിച്ചു കൊടുക്കുക, എന്നിട്ട് എന്തുകൊണ്ട് ഇതെടുത്തെന്ന് പറഞ്ഞു കൊടുക്കുക അല്ലേ? അതായിരിക്കില്ല നല്ല. അഖിലേ വീഡിയോ എടുത്തോ, ഞാൻ റിവീൽ ചെയ്യുകയാണ്, നോക്കിക്കോണേ. രണ്ടായിരത്തി 2011 ആൾക്കാരുടെ ഹരമായിരുന്നു അല്ലെങ്കിൽ യുവാക്കളുടെ ഹരമായിരുന്നെന്ന് പറയാൻ പറ്റുന്ന നമ്മുടെ ലാൻസർ അവൻ്റെ ഏറ്റവും അഗ്രസീവായിട്ടുള്ള ആ ഒരു എവല്യൂഷൻ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുള്ള സീഡിയാണ് നമ്മളിന്ന് എടുത്തേക്കുന്നത്. 2011 മോഡലാണ്. അപ്പോൾ ഈ വണ്ടി എന്തിനാണ് എടുത്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു സ്റ്റേജ് 2 ബിൽഡ് ചെയ്യാൻ പോവുകയാണ്. അതുമാത്രമല്ല ഒത്തിരി പൊട്ടൻഷ്യൽ ഉള്ളൊരു വെഹിക്കിളാണ് നമ്മുടെ ഈ സീഡിയ എന്ന് പറയുന്നത്. ഇത് ഞാൻ എടുക്കാനുള്ള റീസൺ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ അറിയാവുന്ന പോലെ എൻ്റെ നമ്മുടെ ഒരു BMW 3 സീരീസ് ഉണ്ട്. റിയർ വീൽ ഡ്രിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹത്തിൽ ഞാൻ മേടിച്ചതാണ്. നല്ല പെർഫോമൻസ് ആണ്, നല്ല പുള്ളാണ്. പക്ഷേ എൻ്റെ സസ്പെൻഷൻ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് സോഫ്റ്റാണ്, ഇങ്ങനെ കുറച്ച് ആടിക്കളിക്കും. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് പല റീൽസും ഞാൻ കാണാൻ തുടങ്ങിയത് പുറത്തുള്ള നമ്മുടെ ലാൻസർ എവല്യൂഷൻ അല്ലെങ്കിൽ മിത്സുബിഷിയുടെ എവല്യൂഷനെ കുറിച്ചിട്ട് കേൾക്കാൻ തുടങ്ങിയത്. ആ ഒരു സെയിം പ്ലാറ്റ്ഫോം കൊടുത്ത് എന്തൂസിയാസ്റ്റിന് വേണ്ടിയിട്ട് മിത്സുബിഷി എന്ന് പറഞ്ഞ കമ്പനി ഇറക്കിയതാണ് ഈ ഒരു സീഡിയ എന്ന് പറയുന്നത്. ഇതിനുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഒരു 2 ലിറ്റർ എഞ്ചിൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എഞ്ചിൻ കുറച്ച് സ്ലഗ്ഗിഷാണ്. അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യലും പെർഫോമൻസും ഒന്നും പുറത്തായിട്ട് എടുത്തിട്ടില്ല. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലിറ്റർ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ മൈലേജ് എന്ന് പറഞ്ഞ ഷോക്കാണ്. അന്നൊരു എന്തൂസിയാസ്റ്റിക് മാർക്കറ്റ് കുറവായിരുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതിന് അത്രമാത്രം സെയിൽസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിപ്പോൾ നമുക്ക് നല്ലൊരു പ്രൈസിന് നമുക്കൊരു പ്രൊജക്ട് കാർ ആക്കാൻ പറ്റുന്നൊരു സാധനമാണെന്ന് തോന്നിയത്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു CD ഞാൻ ഓടിച്ചു നോക്കി. അത് സ്റ്റോക്ക് കണ്ടീഷനിൽ ഇരിക്കുന്ന വണ്ടിയാണ്. അതായത് ആദ്യമായിട്ട് ഞാനൊരു ഹൈഡ്രോളിക്സ് ഇത്രയും പഴയ വണ്ടിയുടെ ഒരു ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ഫീൽ ചെയ്യുന്ന നമുക്ക് റോഡിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് നമ്മുടെ സ്റ്റിയറിംഗിൽ അറിയാൻ പറ്റും കൃത്യമായിട്ട്. ആ ഒരു രീതിയിലുള്ള അഗ്രസീവ് ഹാൻഡ്ലിംഗ് ഉള്ളൊരു വെഹിക്കിളാണ് ഈ ഒരു സീഡിയ എന്ന് പറയുന്നത്. അതുമാത്രമല്ല ഇതിനൊരു റാലി DNA ആണ് കൊടുത്തിരിക്കുന്നത്. അത്രയും അടിപൊളി ചാസിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളവും തിരിവുമൊക്കെ ഈ ഞാനിപ്പോൾ അതിൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ റോഡ്സ് കൂടെ ഒക്കെ പോകുമ്പോൾ ഭയങ്കര രസമാണ്. പിന്നെ ഈ കിടക്കുന്ന മോഡലെന്ന് പറഞ്ഞാൽ സാധാ ഒരു സീഡിയ അല്ല. സീഡിയ അവരൊരു സ്പെഷ്യൽ എഡിഷനായിട്ട് ഒരു സ്പോർട്സ് എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ 2.0 ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ കാണുന്ന പോലെ ഇതിൻ്റെ ഈ ബമ്പറിൻ്റെ ഡിസൈനിങ് ചേഞ്ച് വന്നിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഓസോയുടെ ഒറിജിനൽ അലോയ് വീൽസാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഈ വീൽസിന് തന്നെ ഇപ്പോൾ നല്ല വില വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇൻറ്റീരിയറിൽ കയറുമ്പോൾ പെഡലും, അത് ഞാൻ ഇൻറ്റീരിയർ കയറി നിങ്ങൾക്ക് കാണിച്ചു തരാം. പെഡലും അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീലും മോമോയുടെ വീലാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് ഈ ഒരു വണ്ടി. അപ്പോൾ ഈ വണ്ടി എടുത്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് ഇതൊരു സീരിയസ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ നമ്മുടെ റെഡ് ബാൻഡ് റേസിങ്ങുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ സ്റ്റേജ് 2 ചെയ്യാൻ പോവുകയാണ്. ഞാനിപ്പോൾ BMCയുടെ അടുത്ത് മെസ്സേജ് അയച്ചു. മറ്റേ BMC ഫിൽറ്റർ ഉണ്ടല്ലോ, അവരെനിക്കൊരു ഒരു ഡൈ ഫിൽറ്റർ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പിന്നെ വേണ്ടത് ഒരു പെർഫോമൻസ് എക്സോസ്റ്റ് നമുക്ക് ചെയ്യണം. ഈ എക്സോസ്റ്റ് ചെയ്യുന്നത് സൗണ്ട് ഉണ്ടാക്കുക, ആൾക്കാരെ വെറുപ്പിക്കുക എന്നുള്ളൊരു ഗോളല്ല. അത് വളരെ മൈൽഡായിട്ട് നമുക്ക് കുറച്ച് ഫിൽറ്ററുകളൊക്കെ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം. പെർഫോമൻസ് ഗോളിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യാൻ പോകുന്നത്. നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അരുൺ പെർഫോമൻസ് എന്ന് പറഞ്ഞ് കൊച്ചി തന്നെയുള്ളത് നിങ്ങൾക്ക് അറിയായിരിക്കും, ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ അങ്ങോട്ട് കൊണ്ടുവന്നൊരു പാട്ടാണ്. അപ്പോൾ അതിന് മുമ്പ് ആ ഒരു പ്ലാനാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയ്ക്കകത്ത് കാണുമ്പം ഇപ്പോൾ അതിൽ കുറേ ബീറോൾസും ഷോർട്സും ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കാണിച്ചു തരും. അതായത് വീഡിയോയ്ക്കകത്ത് കാണുമ്പോൾ വണ്ടി കുറച്ച് രസമുള്ളതുപോലെ തോന്നുമായിരിക്കും. പക്ഷേ ഇതിന് ഒത്തിരി അധികം ബോഡി വർക്ക്സ് ഉണ്ട്, ഒത്തിരി അധികം പെയിൻറ്റ് വർക്ക് ഉണ്ട്. ഒന്നെങ്കിൽ നമ്മൾ ഇവനെ കംപ്ലീറ്റ്ലി ഒന്ന് റീപെയിൻറ്റ് ചെയ്തെടുക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിന് കുറച്ച് വർക്കുകളുണ്ടായിരുന്നു. ഇത് എങ്ങനെയാണ് എടുത്തുകൊണ്ട് വന്നതെന്നുള്ള കഥ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവനെ ഞാൻ പൊക്കിക്കൊണ്ട് വന്നിട്ട് ഏകദേശം ഒരു 2 മാസമായിട്ടുണ്ട്. ഇത് നമ്മൾ കർണാടകത്തിലുള്ള സിർച്ചി എന്ന് പറഞ്ഞ അവിടെ കുംത സിർച്ചി എന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്നാണ് നമ്മളെടുത്ത് OLX ഇരുന്ന് തപ്പി അല്ലെ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് ആയിരുന്നു, അവിടെ ഇരുന്ന് തപ്പി നമ്മൾ റെഡ് ബാൻഡിലെ അതിനോട് ചോദിച്ചു വണ്ടി എങ്ങനെയുണ്ട്. അതിൽ പറഞ്ഞു കൊള്ളാം, നല്ല വണ്ടിയാണ്, ട്യൂണിംഗ് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ ഒരു രാത്രിയിൽ ട്രെയിനിൽ ഞാനും അപ്പായും ലിജോയും ആൽവിനും കൂടെ, ആൽവിൻ നമ്മുടെ ടെക്മാഗയുടെ ഓട്ടോമോട്ടീവ് ഹെഡാണ്,
അപ്പോൾ അവനോട് കൂട്ടി നമ്മൾ പോയി വണ്ടി നോക്കി, വണ്ടി ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിന് കുറച്ച് വർക്കുകളുണ്ട്, അതിപ്പോൾ നമ്മൾ ഓരോ പാർട്ടായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതും ചെയ്ത് അവിടെ നിന്ന് ഒരൊറ്റ വരവിന് ഇങ്ങ് ഓടിച്ചുകൊണ്ട് വരികയായിരുന്നു നമ്മൾ ചെയ്ത്. ഏകദേശം 600-700 കിലോമീറ്റർ ഒറ്റ ഡ്രൈവിൽ ഒറ്റ രാത്രിയിൽ കൊണ്ടുവന്നു. ഒരു കുഴപ്പമില്ല. പുതിയ കാറുകളൊക്കെ ശരിക്കും പറഞ്ഞ് ഇവൻ്റെ റിലയബിലിറ്റി ഒക്കെ കണ്ടു കഴിയുമ്പോൾ, ജപ്പാൻ ടെക്നോളജി അല്ലേ, റിലയബിലിറ്റി ഒക്കെ കണ്ടു കഴിയുമ്പോഴത്തേ വാ വിളിച്ചു പോകും. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി സ്റ്റോക്കാണ്, ഇതിലൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇതിൽ നമ്മൾ വരുന്ന വഴിക്ക് ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്ലച്ച് പോയി കിടക്കുമായിരുന്നു. അതായത് ക്ലച്ച് വണ്ടിയുടെ പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വണ്ടിക്ക് റീസെയിൽ വാല്യൂ ഇപ്പോൾ നമുക്ക് നല്ല വാല്യൂവിന് ഇത് എടുക്കാൻ പറ്റും, വാല്യൂ ഫോർ മണിക്ക്. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പാർട്സ് അവൈലബിലിറ്റി വളരെയധികം ബുദ്ധിമുട്ടാണ്. എന്നാൽ നിങ്ങൾ അതൊന്നും പേടിക്കേണ്ട. ലാൻസർ, മിറ്റ്സുബിഷി ഏത് വണ്ടി ഉണ്ടെങ്കിലും നമ്മുടെ കോട്ടയത്ത് കിടങ്ങൂർ AV ദിവാൻ എന്ന് പറഞ്ഞൊരു കടയുണ്ട്. ദിവാൻ ഓട്ടോമോട്ടീവ്സ് എന്ന് പറഞ്ഞ് കിടങ്ങൂർ ആ റോഡിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ കൊണ്ടുപോയാണ് ഇവൻ്റെ വർക്കുകൾ മുഴുവൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനിയും നമ്മൾ കുറച്ച് മോഡിഫിക്കേഷൻ അവിടെ നിന്നും ചെയ്യുന്നുണ്ടാവും. അതായത് ഇപ്പോൾ ഇതുവരെ ചെയ്ത വർക്ക് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ക്ലച്ച് സിസ്റ്റം ഞാൻ മാറി. പിന്നെ നമ്മുടെ കാക്കനാടുള്ള ടയർ വേൾഡിൽ പോയി ഞാൻ 2 ടയറുകൾ പുതിയതിട്ടിട്ടുണ്ട്. കാരണം നമുക്ക് ഗ്രിപ്പ് വേണ്ടതുകൊണ്ട് 2 ടയേഴ്സ് ഞാൻ എന്താണ്ട് ഫുള്ള് അതിലേക്ക് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്ത് ഞാൻ പറഞ്ഞ പോലെ ക്ലച്ച് മാറി. ഇനി ഇതിൻ്റെ അകത്ത് ചേഞ്ച് ചെയ്യേണ്ട വേറെ കേസ് പറഞ്ഞാൽ ഇതിൻ്റെ സസ്പെൻഷൻ. ഇതിന് ഏകദേശം ഒരു 2 ടണ്ണോളം വെയിറ്റുള്ള വണ്ടിയാണ് ഈ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു സസ്പെൻഷൻ കണ്ടു, ഇതുണ്ടോ, ഞാനിരുന്നിട്ട് പോലും ഈ സാധനം താഴുന്നില്ല. അപ്പോൾ ഇതിൻ്റെ സ്റ്റഡ് പോയതാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റഡ് ഒറിജിനൽ തന്നെ നമ്മൾ ഓർഡർ ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഞാൻ പറഞ്ഞ ദിവാൻ അവരാണ്, കിടങ്ങൂരുള്ളവരാണ് ഓർഡർ ചെയ്തേക്കുന്നത്. അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് കാണിച്ചു കൊടുത്തരാം. അതായത് ഈ ബാക്കിലത്തെ ഈ ടെയിൽ ലൈറ്റ്സ് ഉണ്ടോ, ഇത് ക്ലിയർ വരുന്നതായിരുന്നു. പക്ഷേ ഇതും ഫുള്ള് പോയി കിടപ്പുണ്ട്. അപ്പോൾ ഇതും ഞാൻ 2 റീപ്ലേസ് ചെയ്യാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ ചെയ്യും. അതിനൊക്കെ മുമ്പ് ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ടയർ മാറി ഇത്രയും വർക്കുകൾ ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത പാർട്ട്, ഈ പാട്ടിൽ ഞാൻ ഈ വണ്ടി ഓടിച്ച് നിങ്ങൾക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. അതുപോലെ തന്നെ പെർഫോമൻസ് വരുമ്പോൾ എത്രമാത്രം മാറുന്നുള്ളത് നമുക്ക് നോക്കാം. അടുത്ത പാട്ടിൽ നമ്മൾ ഫസ്റ്റ് ഈ പറഞ്ഞ പോലെ പെർഫോമൻസ് മോഡിഫൈ ചെയ്യാനുള്ള ഹെഡർ കയറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഗോള്. അപ്പോൾ ഇനി ഞാൻ ജസ്റ്റ് ഇൻറ്റീരിയറും കൂടെ ഒന്ന് കാണിച്ചു. ഇതിൻ്റെ ബാക്ക് സീറ്റും ഭയങ്കര യാത്രാസുഖമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നിങ്ങൾ ബാക്ക് സീറ്റ് ഒന്ന് കാണിച്ചിട്ട് ഫുൾ ഇപ്പോൾ സാധനം ഇരിക്കുകയാണ്. ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള നല്ലൊരു ബാക്ക് സീറ്റ് ഇവന് വരുന്നുണ്ട്. ഇതൊന്നും നിങ്ങൾക്ക് കാണണമല്ലോ, എഞ്ചിൻ ബ്ലോക്ക് കാണണോ? എഞ്ചിൻ ബ്ലോക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇവൻ്റെ എഞ്ചിൻ ബ്ലോക്ക് എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് നോക്കി, അത്യാവശ്യം ക്ലീനാണ്. പുതിയൊരു ഹെഡർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല, സ്റ്റോക്കാക്കി വെച്ചേക്കുവാണ്. പക്ഷേ ഇനി നമ്മൾ നല്ല രീതിയിലുള്ള വർക്ക് ചെയ്യാൻ പോവാണ്. ഇനി ഞാൻ പറഞ്ഞ മോമോ വീൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ മോമോസിൻ്റെ സ്റ്റിയറിംഗ് വീല് വരുന്നത്. ഇതിപ്പം ആഫ്റ്റർ മാർക്കറ്റിലാണ്ട് 1.5 ലക്ഷം രൂപ വിലയുള്ളൊരു വീലെന്നാണ് പറയുന്നത്. ഈ പ്ലെയർ അടിച്ചു പോയേക്കുവാണ്, നമുക്ക് മാറ്റണം. AC ഒക്കെ വർക്കിംഗ് ആണ്, 5 സ്പീഡാണ് വരുന്നത്. താഴത്തെ പെഡൽ കണ്ടോ, പെഡലും ഒരു മോമോ സ്റ്റൈലാണ്. വണ്ടി ഇപ്പോൾ ഓണാക്കിയിട്ടുണ്ട്. എൻജിൻ പക്കാ സ്മൂത്ത് അല്ലേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ആദ്യം ഇവനെ ഒന്ന് ഓടിച്ച് ഇവൻ്റെ പെർഫോമൻസ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ സ്റ്റോക്ക് കണ്ടീഷനാണ് വണ്ടി, വേറെ നമ്മൾ ഒരു മോഡിഫിക്കേഷൻ ചെയ്തിട്ടില്ല. ഇനി നമ്മൾ ഇവനെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഇവനെ എന്താണ് മറ്റേ ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന ഒരു വീഡിയോ ആയിരിക്കും നിങ്ങൾ കാണുന്നത്, അടുത്ത മോഡിഫിക്കേഷനൊക്കെ പാർട്ടായിട്ട്. അപ്പോൾ ഞാൻ AC ഓഫ് ചെയ്തു, ഒന്നുകൂടെ പെർഫോമൻസ് കാണിച്ചു തരാം. ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ, ഫോർത്ത് ഗിയർ. ഞാൻ ബ്രേക്കിംഗ് എഫിഷ്യൻസി ഞാൻ പറഞ്ഞാൽ ഒന്നുകൂടെ കാണിച്ചു തരാം. ബാക്കിൽ വണ്ടി ഒന്നുമില്ല, ജസ്റ്റ് ഇപ്പം ഈ റെഡിൻ്റെ ഇപ്പുറത്തോട്ട് എൻ്റെ മോനെ എന്നാ കിട് ബ്രേക്കിംഗ് ആണല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു മിറ്റ്സുബിഷി സീഡിയ എന്ന് പറയുന്നത്. ശരിക്കും ഒരു റാലി സ്പെക്കാണ് ഇത്. കുറച്ച് നമുക്ക് ക്ലോസ്ഡ് ചെറിയ വഴി കൂടെ ഒക്കെ ഞാൻ ഓടിച്ച് കാണിക്കാം. അപ്പോൾ ഇതായിരിക്കും ഒരു ഫസ്റ്റ് എപ്പിസോഡ് എന്ന് പറയുന്നത്. നമ്മളിനി ഉടനെ തന്നെ അടുത്ത എപ്പിസോഡായിട്ട് വരാം. ഇത് കംപ്ലീറ്റ്ലി നമ്മൾ റീബിൽഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ ഐഡിയയും വേണം. അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതിനെ ശരിക്കും പറഞ്ഞ സ്റ്റേജ് 2 ബിൽഡ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ ഞാൻ ഓൾറെഡി പറഞ്ഞു. അതുപോലെ തന്നെ ഇവനെ ഒന്ന് കംപ്ലീറ്റ്ലി റീപെയിൻറ്റ് ചെയ്തെടുക്കുക. നമ്മൾ ഒരാളുമായിട്ട് സംസാരിക്കുന്നുണ്ട്, ഒരു ബിഗ് ടീമാണ്, അതുപോലെ ക്വാളിറ്റി ഉള്ളൊരു പെയിൻ്റാണ്. അതും നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ തന്നെ റെഡ് ബാൻഡ് റേസിംഗ് നമുക്ക് സ്റ്റേജ് 2 ചെയ്യുന്നുണ്ട്. അവരാണ് നമ്മുടെ പാർട്ണർ വരുന്നത്. പിന്നെ നമ്മളിപ്പോൾ സീറോ ഫ്ലോ എക്സോസ്റ്റ് എന്ന് പറഞ്ഞാൽ അരുണിനെ നിങ്ങൾക്ക് അറിയായിരിക്കും, എറണാകുളത്തുള്ള എല്ലാവർക്കും അറിയാം. പെർഫോമൻസ് എക്സോസ്റ്റുകളാണ്, പ്രീമിയം സൂപ്പർ കാർ തൊട്ട് നോർമൽ കാറിൽ വരെ ചെയ്യും. അത് നമ്മൾ വളരെ സൗണ്ട് കുറച്ച് നോർമൽ സൗണ്ടിൽ ഹെഡർ സിസ്റ്റം വെച്ച് പെർഫോമൻസിന് വേണ്ടിയിട്ട് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളൊരു ഗോളാണ്. പിന്നെ ഇതിൻ്റെ കളർ ഞാൻ പറഞ്ഞ പോലെ റീപെയിൻറ്റ് ചെയ്യാം. പിന്നെ BMC ഫിൽറ്റർ തരാമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ BMC ഫിൽറ്റർ ഇൻടേക്ക് നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ ദിവാൻ ഓട്ടോമോട്ടീവ്സിൽ കൊടുത്തിട്ടാണ് ഇവൻ്റെ മെക്കാനിക്കൽ വർക്കുകൾ മുഴുവൻ ചെയ്യുന്നത്. ആർക്കെങ്കിലുമൊക്കെ മെക്കാനിക്കൽ കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അതവിടെ പറഞ്ഞാൽ മതി. മിറ്റ്സുബിഷിയുടെ പാർട്സ്, ലാൻസറിൻ്റെ പാർട്സ് എല്ലാം അവരെടുത്ത്, ലാൻസർ ഓണറാണ്, നിങ്ങൾക്ക് എന്താണെങ്കിലും അറിയാം. പിന്നെ ഇതിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണോ, വേറെ എന്തെങ്കിലുമൊക്കെ അപ്ഡേഷൻസ് കൊടുക്കണോ എന്നുള്ളത് നിങ്ങൾ പറ. ദിസ് ഈസ് യുവർ ബിൽഡ്.
ഇപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ബിൽഡ് ചെയ്യാൻ പോകുന്ന ഒരു ബിൽഡായിരിക്കും. അല്ല ഞാൻ കൊണ്ടുവന്ന് ബിൽഡ് ചെയ്ത് തന്നെ ചെയ്യുന്നുള്ളതല്ല, നിങ്ങൾ പറ നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം. ഇതിപ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാനാണ് എൻ്റെ ഒരു വിശ്വാസം വരുന്നത്. അപ്പോൾ ദിസ് ഈസ് യുവർ ദീപക് രാജൻ. വളരെയധികം എക്സൈറ്റഡ് ആണ്. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.